شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിർ ആണ്. അവിടെ 6 ആയത്തുകളാണ് ഈ സൂറയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ആയത്ത് ഇനി മുതൽ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിറബ്ബിക ഫസ്ബിർ സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഇതാണ് 7ാമത്തെ ആയത്ത്. വലിറബ്ബിക ഫസ്ബിർ. ഈ സൂറയിലെ ഓരോ ആയത്തുകളും ക്ലാസ്സുകളോളം വിശദീകരിക്കേണ്ട സംഗതിയാണ്. ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ നമുക്ക് പഠിച്ചു നോക്കാം. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നത് ഊന്നിപ്പറയുന്ന സൂറയാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞു, തിരിച്ചൊന്നും കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കരുത്. വലാ തംനുൻ തസ്തക്സിർ. അതിനെ ചുവടി പിടിച്ച് തന്നെയാണ് 7ാമത്തെ ആയത്തും അല്ലാഹു തആല പറയുന്നത്, വലി റബ്ബിക ഫസ്ബിർ. നിന്റെ റബ്ബിനു വേണ്ടി ക്ഷമിക്കുക. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് ക്ഷമിക്കുകയും ചെയ്യുക, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതാണ് അത് ആദ്യം പറഞ്ഞത്. യസ്ബിർ ലി റബ്ബിക എന്നല്ല പറഞ്ഞത്, വലി റബ്ബിക ഫസ്ബിർ. അങ്ങയുടെ രക്ഷിതാവിന് മാത്രം ഫസ്ബിർ, അങ്ങ് ക്ഷമിക്കണം. പല ആളുകളും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ക്ഷമിച്ചേക്കണം, അള്ളാഹുവിനോട് ക്ഷമിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അവൻ്റെ മാർഗത്തിൽ ക്ഷമിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. സുബ്ഹാനല്ലാഹ്. ക്ഷമ എന്നത് പരിശുദ്ധ ഖുർആനിൽ നിരന്തരം പല സ്ഥലങ്ങളിലും പല രൂപങ്ങളിലും അല്ലാഹു തആല പ്രതിപാദിച്ച ഒരു വിഷയമാണ്. പരിശുദ്ധ ദീനിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആർക്കും ക്ഷമയെക്കുറിച്ചുള്ള പ്രാധാന്യം, അതേപോലെ തന്നെ നന്ദി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രാധാന്യമൊക്കെ അള്ളാഹു എത്ര വലുതായിട്ടാണ് പറയുന്നത്, എത്ര പ്രാധാന്യത്തോടാണ് അത് എടുത്തുദ്ധരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സ്രഷ്ടാവായ ഖാലിഖായ തമ്പുരാനോടുള്ള നന്ദി പ്രകാശനമാണ് സത്യത്തിൽ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ക്ഷമ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ക്ഷമയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അല്ലെ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് വിഷമം വന്നാലും ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യാണ് മറ്റൊരു രൂപത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാനിതിൽ ക്ഷമിച്ചു, അതൊരു നന്ദിയാണ്. സ്വബർ എന്ന ക്ഷമ എന്ന കലിമത്ത് പല രൂപങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ 73 സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹു തന്നെ നമുക്ക് വലിയ സഹനവും ക്ഷമയും കാണിച്ചു തരുന്നുമുണ്ട്. അല്ലേ? അള്ളാഹു ഹലീമല്ലേ? അള്ളാഹു ഹലീമാണ്, ക്ഷമിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. വലിയ സഹനമുള്ളവനാണ് തമ്പുരാൻ. അത് നമ്മളെ ജീവിതത്തിൽ തന്നെ ബോധ്യപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ വേറെ എവിടേക്കും കൂടുതലൊന്നും പറയേണ്ടല്ലേ, നമ്മളെക്കുറിച്ച് ആലോചിച്ച പോരെ. നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾ എത്ര കാലമാണ്, എന്നിട്ട് നമ്മൾ അള്ളാഹുവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവിടെ ദുനിയാവിൽ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾക്ക് നമ്മളെ ശിക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? നമുക്ക് ഭക്ഷണം തരുന്നില്ലേ? നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ റബ്ബ് ക്ഷമിക്കുകയല്ലേ ചെയ്യുന്നത്? തെറ്റുകൾ ചെയ്താൽ, നീ തെറ്റ് ചെയ്തില്ല, ഇനി നിനക്ക് ഇവിടെ ഓക്സിജൻ ഇല്ല, ഇനി നിനക്ക് ഭക്ഷണമല്ല, ഇനി ഞാൻ നിന്നെ നടക്കാനാക്കൂല, ഇനി നിന്റെ കൈ അനങ്ങൂല, നിന്റെ കാലനങ്ങൂല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ടോ? അള്ളാഹുവിനത് കഴിയൂലേ? പക്ഷെ പറയുന്നുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് അതേപോലെ എല്ലാ സൗകര്യങ്ങളും തരികയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെതിരെ കെട്ടിച്ചമച്ച പച്ചക്കള്ളങ്ങൾ വരെ പറയുന്ന ആളുകളെ അള്ളാഹു തആല പരിപാലിക്കുന്നില്ലേ? അവർക്ക് സ്വത്ത് കൊടുക്കുന്നില്ല, സമ്പത്ത് കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, ആയുരാരോഗ്യം കൊടുക്കുന്നില്ലേ? അള്ളാഹുവിനും മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകളെ അള്ളാഹു തആല പോറ്റി വളർത്തുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറയുന്ന ആളുകൾ, ആൺമക്കൾ ഞങ്ങളുടേതും എന്ന് പറയുന്ന ആളുകളെ അള്ളാഹു തആല പോറ്റി വളർത്തുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ഗുരുതരമാണ് എന്ന് പറഞ്ഞ ഇത്തരം ആരോപണങ്ങൾ പോലും
മലകളും പർവ്വതങ്ങളും എല്ലാം തകർന്നു തരിപ്പണാവാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞത് എന്നാണ് അല്ലാഹു തആല റബ്ബിന് മക്കളുണ്ട് എന്ന് വാദിച്ചവരെ കുറിച്ച് പറഞ്ഞത്. അത്രയും ഗൗരവമായ വാദങ്ങൾ പറഞ്ഞ ആളുകളോട് പോലും അല്ലാഹു തആല ക്ഷമിക്കുന്നു, സഹിക്കുന്നു, അവർക്ക് വീണ്ടും ഇവിടെ ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. അല്ലെങ്കിൽ അതോടെ അവരെ അവസാനിപ്പിച്ചുകൂടെ? അതിന് അല്ലാഹുവിന് കഴിയില്ല. നാമാവശേഷിക്കാൻ റബ്ബിന് കഴിയാഞ്ഞിട്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾക്ക് തന്നെ ബോധ്യപ്പെട്ട സംഗതിയാണ് അല്ലാഹു തആല സ്വാബിറാണ് എന്നത്. അല്ലാഹു ഇത് കാണിച്ചു തരികയാണ്. ഹലീമാണ് റബ്ബ്. അല്ലാഹു നമുക്ക് ക്ഷമ, സഹനം കാണിച്ചു തരികയാണ് നമ്മുടെ മുതൽ ഉൾക്കൊള്ളാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഹദീസിൽ കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്, താൻ ഒരാൾ കേട്ട പ്രയാസത്തിനെതിരെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ക്ഷമിക്കുന്നവനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞെന്താ? ഒരാൾ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളതിന് ക്ഷമിച്ചു. പക്ഷെ അങ്ങനെ മോശമായി പറയുന്നത് കാരണം ക്ഷമിക്കുന്ന ആളുകളെ തെരഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് അള്ളാഹുവാണ്. കാരണം എന്താ? അള്ളാഹുവിനും പങ്കാളികളുണ്ട്, അള്ളാഹുവിന് ശരീക്കുണ്ട്, അള്ളാഹുവിൻ്റേതുപോലെയുള്ള മറ്റ് ഇലാഹുകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ പടച്ച തമ്പുരാൻ കേട്ടുകൊണ്ടിരുന്നിട്ടും ക്ഷമിക്കുകയാണ്. അപ്പോൾ ഒരാൾ കേട്ട പ്രയാസത്തിൽ ക്ഷമിക്കുന്നത് അള്ളാഹുവിനേക്കാൾ മറ്റാരുണ്ട്? അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവനും സഹിക്കുന്നവനും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്കും അല്ലാഹു തആല അന്നപാനീയങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കുകയും സുഖമായി ഇവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. യാ അല്ലാഹ്. അല്ലാഹു തആല പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണം. നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം സഹായം തേടുകയും നിസ്കാരം കൊണ്ട് സഹായം തേടുകയും ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഉണ്ടോ? ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിസ്കരിച്ചുകൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കണം. സൂറത്തുൽ ബഖറയിൽ 153. വേറെ ആയത്തുകളിൽ കാണാം ക്ഷമാശീലരായ ആളുകളെ റബ്ബ് പുകഴ്ത്തി പറഞ്ഞ ഒരുപാട് ആയത്തുകൾ. സൂറത്തുൽ ബഖറയിൽ 177 ഉദാഹരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് ഉലൈക സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. ബഅസായിലും ദറായിലും, വിഷമാവസ്ഥയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും, മധുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും, ശാരീരികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഏതുതരം സംഘർഷവേളകളിലും, അതാണ് വഹീനൽ ബഅസി എന്ന് പറഞ്ഞാൽ. വഹീനൽ ബഅസി എന്ന് പറഞ്ഞാൽ സംഘർഷവേളകളിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുന്ന അവസരങ്ങളിലും ക്ഷമിക്കുന്ന ആളുകൾ സ്തുത്യർഹരാണ്. അവർ ഉലൈക സദഖൂ, അവർ സത്യസന്ധരായ ആളുകളാണ്. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങളായ ആളുകൾ. എത്രമാത്രം എപ്പോഴും ആലോചിച്ച് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ക്ഷമ നമ്മൾ പഠിക്കണം, ശീലിക്കണം. പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് അല്ലേ? എന്തെങ്കിലും എന്നാവുമ്പോഴേക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്നോടടക്കമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഈ പറയപ്പെട്ട ഉലൈകല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ, സത്യസന്ധരും മുത്തഖീങ്ങളും ക്ഷമിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കണം. സുബ്ഹാനല്ലാഹ്. വേറെ ചില ആയത്തുകളിൽ ഇങ്ങനെ സഹിക്കുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ സ്നേഹമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. യാ അല്ലാഹ്. അതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത്? ആകെ നമ്മൾ മെനക്കെടുന്ന അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തൃപ്തിക്കും പൊരുത്തത്തിനുമാണ്. സൂറത്ത് ആലി ഇംറാൻ 246. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹി വമാ ളഅഫൂ വമസ്തകാനൂ. ആ ആയത്തിൻ്റെ അവസാനം നോക്കി, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും, അള്ളാഹു ഉണ്ടാകും എന്നാണ് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞത്. അള്ളാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാണ്. സൂറത്തുൽ ബഖറയിൽ 153. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ ഇന്നല്ലാഹ മഅസ്സാബിരീൻ നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്തിൻ്റെ അവസാനമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇന്ന ഇട്ടിട പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നർത്ഥമാണ് അവിടെ ഉള്ളത്. വേറൊരു ആയത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? ക്ഷമിക്കുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ലാതെ ഞാൻ കൊടുത്തോളാം, പ്രതിഫലം കൊടുത്തോളാം. സൂറത്തു സുമറിലെ 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും
ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന വഅർദുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. യാ റബ്ബ് ഇന്നമാ യുവഫസ്വാബിറൂൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായി നൽകപ്പെടും അജ്റഹും, അവരുടെ കൂലി, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ. അതാണ് യാതൊരു കണക്കുമില്ലാതെ കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോ ഭയങ്കര വിഷയമാണെന്നർത്ഥം. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വലിയ ഉന്നത ദർജകളെത്തിയ ആളുകൾക്കൊക്കെ മഹാസ്ഥാനം ലഭിച്ചത്, അനുഗ്രഹീതമായ സ്ഥാനങ്ങൾ അവർക്ക് ലഭിച്ചത് ക്ഷമ മുറുകെ പിടിച്ചത് കൊണ്ടാണ് എന്നും പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. സൂറത്തു ശൂറായിലെ 43 ഇങ്ങനെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബറ വഗഫർ, ക്ഷമിക്കുന്ന ആളുകൾ അല്ലാഹു തആല പുകഴ്ത്തുകയാണ്, വലിയൊരു സംഗതിയാണെന്ന് പറയുകയാണ്. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അതൊരു ഭയങ്കര സംഗതി തന്നെയാണ്. എല്ലാവർക്കും ഒന്നും കഴിഞ്ഞുകൊണ്ടെന്നില്ല പറഞ്ഞതർത്ഥം. അതിനെക്കുറിച്ച് മനക്കരുത്ത് വേണം. അത് നല്ല കട്ടിയും കരുത്തുമുള്ള മനസ്സിൻ്റെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ക്ഷമിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുക എന്നത്. മഹാന്മാരായ ആളുകൾക്കൊക്കെ അനുഗ്രഹീതമായ സ്ഥാനം ലഭിക്കാൻ കാരണം ക്ഷമിച്ചത് കൊണ്ടാണ് എന്നും വേറെ ചില ആയത്തുകളിലുണ്ട്. ക്ഷമാശീലരായ നേതാക്കൾ അങ്ങനെ അവർ ക്ഷമിച്ചത് കൊണ്ട് അള്ളാഹു അവരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി എന്നാണ് ആ ആയത്തുകളുടെയൊക്കെ ചുരുക്കം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ ആയത്തുകളും പറയുന്നില്ല. ആട്ടെ, ശരി. അപ്പോൾ ക്ഷമിക്കണം. വലി റബ്ബിക ഫസ്ബിർ, അങ്ങയുടെ രക്ഷിതാവിനോട് അങ്ങ് ക്ഷമിക്കണം. ഇതാണ് ഇപ്പോൾ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്. പരിശുദ്ധ ഖുർആനിൽ ഇവിടെ മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. സബറിനോട് കൂടെ അള്ളാഹു തആല ചേർത്തു പറഞ്ഞ വേറൊരു പ്രയോഗമുണ്ട്, വളരെ സുന്ദരമായൊരു പ്രയോഗം. സബറുൻ ജമീൽ. നിങ്ങൾ പലപ്പോഴും ഓതി പോയിട്ടുണ്ടാവും അല്ലേ? പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാണ്. സബറുൻ ജമീൽ, വല്ലാത്തൊരു പ്രയോഗമാണത്. ക്ഷമ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇടങ്ങേറുള്ള സംഗതിയല്ലേ? അതിൻ്റെ കൂടെ ജമീൽ എന്ന് ചേർത്ത് കൊടുക്കുക. ക്ഷമക്ക് ജമാലിയത്തുണ്ടാകുമോ? അതിനൊരു സൗന്ദര്യമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല സബറുൻ ജമീൽ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ തിരോധാനത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമാണ് അങ്ങനെ പറഞ്ഞതല്ലേ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഫസ്ബിർ സബ്റൻ ജമീല. സബറുൻ ജമീൽ ഉണ്ടാകുമോ? ഉണ്ടാകും. എന്താണ് സബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഒരു പരാതിയുമില്ലാതെയുള്ള സബർ. അതാണ് സബറുൻ ബിലാ ശക്വ വലാ സഖത്തിൻ വലാ ജസഇൻ. ഒരു പരാതിയോ വെപ്രാളമോ ബേജാറോ ഒന്നുമില്ലാതെ മനസ്സംതൃപ്തിയോടെയുള്ള ക്ഷമ. വഹുവ സബറുർ റിളാ വത്തസ്ദീഖ്, റിളയുടെ സബറാണത്. തൃപ്തിയാണ്. സബറുൽ ഇസ്സത്തി വൽ ഇഖ്തിയാർ ലൽ ഖഹരി വൽ ഇൽതിറാർ. സ്വയം ആരും കൂടി പറഞ്ഞിട്ടല്ല, സ്വന്തം ആരും അടിച്ചേൽപ്പിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ക്ഷമിക്കുന്നു, പൂർണ്ണ തൃപ്തിയോടെ ക്ഷമിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ ക്ഷമക്ക് ജമീലായ സബർ എന്ന് പറയുക. ജമീലായ സബർ. ഇത് റബ്ബാനിയായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത വളരെ ഔന്നത്യമുള്ള ക്ഷമയുടെ ഒരു എന്താണ് പറയുക, ഒരു ഘട്ടമാണിത്. എല്ലാവർക്കും പറ്റും, നമുക്കൊക്കെ പറ്റും. നമ്മൾ ആ നിലയിലേക്ക് ഉയരണമെന്ന് മാത്രം. 3 സ്ഥലത്താണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? ഒന്നാമത്തേത് സൂറത്ത് യൂസുഫിലെ 18-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തുസിഫൂൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ അറിയാം. ഞാനത് പറയുന്നില്ല ഇപ്പോൾ അല്ലേ? നമുക്കറിയാം. അവർ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് രക്തം വരേണ്ട കുപ്പായമായി വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കാര്യം ബോധ്യപ്പെട്ടു. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എടുത്ത ഉടനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ നല്ല കാര്യം മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും ഞാൻ ഫസബ്റുൻ ജമീൽ ക്ഷമിക്കുകയാണ്, അല്ലാഹുൽ മുസ്തആൻ അലാ മാ തുസിഫൂൻ. നിങ്ങൾ പറഞ്ഞതൊക്കെ അല്ലാഹു തആല അത് അള്ളാഹു നോക്കട്ടെ, ഏറ്റെടുത്തോളും എന്ന് പറയുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു ഭാഗം ഇതേ സൂറയിൽ തന്നെ 83-ാമത്തെ ആയത്തിലും ഇങ്ങനെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിന ബിഹിം ജമീഅൻ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. ഇതും പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. ബിന്യാമീൻ എന്നവരെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ബിന്യാമീൻ എന്നവരെ നിർത്താൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ ചില കാര്യങ്ങൾ ചെയ്തതും അങ്ങനെ കൂടെ നിർത്തുകയും
തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ബിന്യാമിൻ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം സങ്കടപ്പെടുകയും പറഞ്ഞ വാക്കാണിത്, ഫസബ്റുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുന്നു, ജമീലായ ക്ഷമിക്കുന്നു. അല്ലാഹു തആല അവരെയൊക്കെ എൻ്റെ അടുത്തേക്ക് ഒരുമിച്ച്, യൂസുഫ് നബിയെയും ബിന്യാമിൻ എന്നവരെയും എൻ്റെ അടുത്തേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നേക്കാം. മൂന്നാമത്തെ സ്ഥലം സൂറത്തുൽ മആരിജിലെ 4-ലും 5-ലും ഇങ്ങനെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന ഫസ്ബിർ സബ്റൻ ജമീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞയാണത്. ഫസ്ബിർ സബ്റൻ ജമീല, നല്ല ക്ഷമിക്കുക. അപ്പോൾ ക്ഷമയെ സൗന്ദര്യാത്മകമാക്കാം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് പറഞ്ഞത്. അതാണ് ശരിയായ ക്ഷമയും. ഒരു പ്രയാസവും പ്രശ്നവും മനസ്സിനൊരു പിണടങ്ങാറുമില്ലാതെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.